How easy is it to control your mind? സംസാര ഭാഷയിലെ മാറ്റങ്ങളെ ചിന്തകൾ സ്വാധീനിക്കുന്നതെങ്ങനെ? How well can you manage your thoughts? നിങ്ങളുടെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നുമില്ല. ആളുകൾ എന്താണ് പറയുക? ഇവരെന്താണിങ്ങനെ? സ്വന്തം കുട്ടി കരയുന്നത് കണ്ടിട്ട് ഈ അമ്മ തീരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇവർക്കൊട്ടും ദയയില്ലാതായോ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയെപ്പോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സും. മനസ്സ് കരയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്തിട്ട് മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. കരയുന്ന മനസ്സിനെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. ആരോടെങ്കിലുമൊക്കെ ഒന്ന് തുറന്നു സംസാരിച്ചാൽ മനസ്സിന് ആശ്വാസമുണ്ടാവും. അവരെൻ്റെ വിഷമങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിത്തരും എന്നൊക്കെ കരുതി നമ്മൾ ആരെയെങ്കിലും ഫോൺ ചെയ്ത് വിവരങ്ങൾ പറയും. ഇന്നിവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ വളരെ ലോ ആയി ഫീൽ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ സ്വന്തം പ്രശ്നങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്നു. ഒപ്പം അവർ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളോടും പറയുന്നു. അവസാനം രണ്ടുപേരും പ്രശ്നങ്ങളും ഒന്നിച്ചു പറഞ്ഞ് ഇരുവരുടെയും കരച്ചിൽ ഇരട്ടിയാക്കുന്നു. മറ്റുള്ളവർക്ക് നമ്മുടെ മൂഡിനെയും നമുക്ക് മറ്റുള്ളവരുടെ മൂഡിനെയും ശരിയാക്കാനാവും എന്നാണ് നമ്മൾ കരുതുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാനും അതിന് പരിഹാരം പറഞ്ഞു തരാനും സാധിക്കുന്ന ഒരാളുണ്ട്. ഇന്ന് നിങ്ങൾ ആ ആൾക്ക് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവനവനോട് ഒട്ടും കരുണ കാണിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. റെഡിയല്ലേ? ആ ആളുടെ പേര് നിങ്ങളുടെ ലിസ്റ്റിൽ ചേർക്കാൻ നിങ്ങൾ റെഡിയാണോ? എനിക്ക് മരിക്കാൻ പോലും സമയമില്ല, അപ്പോഴാണ് നിങ്ങളെ എല്ലാ ദിവസവും രാവിലെ സെൻറ്ററിലേക്ക് വരാൻ പറയുന്നത് എന്നാണ് കോവിഡിന് മുമ്പ് ആളുകൾ പറയാറുണ്ടായിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്നാണ് കോവിഡ് നമുക്ക് അനേകം പാഠങ്ങൾ മനസ്സിലാക്കി തന്നത്. വളരെ പെട്ടെന്ന്. എനിക്ക് മരിക്കാൻ പോലും സമയമില്ല എന്നാണ് ആളുകൾ പറഞ്ഞു നടന്നിരുന്നത്. ഇതുപോലുള്ള വലിയ സിറ്റികളിൽ ആർക്കും തീരെ സമയമില്ല. എല്ലാവർക്കും സമയം ഒരുപോലെയാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാലും എല്ലാവരും വേഗമാകട്ടെ, സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് മുഴുവൻ രാജ്യവും ഇതുതന്നെ പറയാൻ തുടങ്ങി. ഇത്തരം ഭാഷകളെയാണ്, വൊക്കാബുലറിയെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. എവ്രി വേൾഡ് ഹാസ് എ പെർട്ടിക്കുലർ എനർജി. ഓരോ വാക്കിലും അതിൻ്റേതായ ഒരു ഊർജം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും ദയയില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. നിങ്ങളുടെ എനർജിയെ ചോർത്തിക്കളയുന്ന വാക്കുകൾ പറയരുത്. ഞാൻ ബിസിയാണ്, എനിക്ക് തീരെ സമയമില്ല എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൂടെ വളരെ പ്രക്ഷുബ്ധമായ തരത്തിലുള്ള എനർജിയാണ് ഞാൻ എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ പറയുന്ന ചില വാക്കുകൾ നമ്മൾ കേൾക്കുന്നു, പിന്നെ നമ്മളും അതേ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. വേറെ ആരെങ്കിലും അത് കേട്ട് അവരും അത് തന്നെ പറയാൻ തുടങ്ങുന്നു. എനിക്ക് തീരെ സമയമില്ല എന്ന പ്രയോഗം വളരെ പെട്ടെന്ന് ഈ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ പോലും എനിക്ക് തീരെ സമയമില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പറച്ചിൽ അവരുടെ ശരീരത്തിലും മനസ്സിലും വളരെ വലിയ പ്രഭാവമാണ് ഉണ്ടാക്കുക. നമ്മൾ കൈൻഡായിരിക്കുമ്പോൾ നമ്മൾ വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുക. മനസ്സിൽ ദയ ഉണ്ടാവുമ്പോൾ ആരും റൂഡായി പെരുമാറാറില്ല, അല്ലേ? ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഹോംവർക്ക് ഇതാണ്. ഇന്നു മുതൽ നമ്മൾ വളരെ സ്നേഹത്തോടെ മാത്രം സംസാരിക്കാൻ തുടങ്ങുന്നു. Can we do it? Can we do it? നമ്മളോട് നന്നായി സംസാരിക്കാത്ത ധാരാളം പേരെ ദിവസവും കണ്ടുമുട്ടാറുണ്ട്. എന്നാൽ കൂടുതൽ സമയവും നമ്മളോട് മോശമായി മാത്രം സംസാരിക്കുന്ന ഒരാളുണ്ട്. അതാരാണെന്നറിയാമോ? നമ്മൾ. മിക്ക സമയങ്ങളിലും നമ്മൾ സ്വയം സംസാരിക്കുന്നത് വളരെ മോശമായിട്ട് തന്നെയാണ്. ഈ കൈ ഒരു വ്യക്തിയാണെന്ന് കരുതുക. ഇവർ എന്നോട് ശരിയായി പെരുമാറാറില്ല. ദിവസവും മുഴുവനും സംസാരത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ എന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും. ഒരിക്കലും എന്നോട് നല്ല രീതിയിൽ സംസാരിക്കാറില്ല. എന്നാൽ ഈ വ്യക്തിക്ക് എൻ്റെ മാനസികാവസ്ഥയെ ഒരു വിധത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. ഇവരങ്ങനെ മോശമായ രീതിയിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര നേരമാണോ ഇദ്ദേഹം എന്നോട് മോശമായ രീതിയിൽ സംസാരിക്കുന്നത്, അത്രയും നേരം അദ്ദേഹം ആരോടാണ് ദയ കാണിക്കാതിരിക്കുന്നത്? അദ്ദേഹം അവനവനോട് മാത്രമാണ് ദയ കാണിക്കാതിരിക്കുന്നത്. ഹി ഈസ് അൺകൈൻഡ് ഓൺലി ടുവേർഡ്സ് ഹിംസെൽഫ്. എന്നാൽ ഇദ്ദേഹം എന്നോട് തീരെ കരുണ കാണിക്കുന്നില്ല എന്നാണ് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റായ ഒരു പദപ്രയോഗമാണ്.
ആ വ്യക്തി നെഗറ്റീവ് ആയ വാക്കുകൾ പറഞ്ഞു പറഞ്ഞ് സ്വന്തം ശക്തികളെ ചോർത്തിക്കളയുക മാത്രമാണ് ചെയ്യുന്നത്. അവർ മനസ്സിൽ നെഗറ്റീവായ വാക്കുകൾ സൃഷ്ടിക്കുന്നു. അത് പിന്നെ വാക്കുകളായി പുറത്തേക്ക് വരുന്നു. അത് അവരുടെ മുഴുവൻ ശരീരത്തിലും റേഡിയേറ്റ് ആവുന്നു. മാത്രമല്ല, അവർക്കൊരിക്കലും സ്വന്തം ശരീരത്തോട് കൈൻഡ് ആവാൻ കഴിയുകയുമില്ല. ഇതെല്ലാം ഒരു ഓർഡറിലാണ് സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിൽ ഏതു തരത്തിലുള്ള എനർജിയെയാണ് സൃഷ്ടിക്കുന്നത് എന്നതിൽ ആശ്രയിച്ചാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഏറ്റവും ആദ്യമായി നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനോട് ദയ കാണിക്കാറില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ സ്വയത്തോട് അനുകമ്പയുള്ളവരല്ല എന്നാണ് ഇതിനർത്ഥം. അതിനുശേഷം നമ്മൾ ഏത് വൈബ്രേഷനിൽ ഉള്ള വാക്കാണ് സൃഷ്ടിക്കുന്നത്, അത് ആരിലേക്കാണ് ആദ്യം എത്തുക? ആരാണോ നമ്മളോട് ഏറ്റവും ക്ലോസ് ആയിരിക്കുന്നത് അവരാണ് ആദ്യം അത് കേൾക്കുന്നത്. മനസ്സിനോട് ഏറ്റവും ക്ലോസ് ആയിരിക്കുന്നത് നമ്മുടെ ബോഡിയാണ്. അതുകൊണ്ട് നമ്മുടെ ബോഡി ആ വാക്കുകളെ ആദ്യം സ്വീകരിക്കുന്നു. നിങ്ങൾ ഒരു മിനിറ്റ് ഇരുന്ന് ആരെക്കുറിച്ചെങ്കിലും ചിന്തിക്കാൻ തുടങ്ങൂ. അവരങ്ങനെയാണ്, അവർ അത് ചെയ്തു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എന്നാലും അവർ എന്തിനിത് ചെയ്തു. വെറും 2 മിനിറ്റിനുള്ളിൽ മുഴുവൻ നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങും. അതിനുശേഷം നിങ്ങൾ എത്ര നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ ശരീരത്തിൽ വർക്ക് ആവില്ല. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുന്നത്. ലൈഫ് സ്റ്റൈലിൽ ഭക്ഷണം, ആളുകൾ, വ്യായാമം എന്നിവ ഉൾപ്പെടുന്നു. അതുകൂടാതെ നമ്മുടെ മനസ്സിലുള്ള ലൈഫും ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുന്നുണ്ട്. ലൈഫ് ഇവിടെ മനസ്സിലാണുള്ളത്, അല്ലാതെ മനസ്സിന് പുറമേയല്ല. ദിസ് ഇസ് ലൈഫ്. ഈ ലൈഫ് ഇല്ലാതാവുമ്പോൾ പിന്നെ ഡെഡ് ബോഡിയാണ് ബാക്കിയുണ്ടാവുക. ഐ ദ സോൾ ആം ദാറ്റ് ലൈഫ്. ആത്മാവായ ഞാനാണ് ആ ലൈഫ്. ഞാൻ ചിന്തിക്കുകയും പറയുകയും ജോലി ചെയ്യുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന സ്റ്റൈൽ എന്താണ്? ഇതിനൊക്കെ എനിക്ക് എൻ്റേതായ ഒരു സ്റ്റൈലുണ്ടല്ലോ. ആ ലൈഫ് സ്റ്റൈലിനെയാണ് ഞാൻ മാറ്റേണ്ടത്. അത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. മൂന്നാമതായി, ഞാൻ ശരിയായ എനർജികളല്ല കൊണ്ടു നടക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ ആരോടാണ് അനുകമ്പ കാണിക്കാതിരിക്കുന്നത് എന്നറിയുമോ? ചുറ്റുമുള്ള ആളുകളോടുള്ള എൻ്റെ പെരുമാറ്റം മാറും. അതെൻ്റെ ബന്ധങ്ങളെ ബാധിക്കും. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ വായിൽ കൂടെ വരുന്ന വാക്കുകൾ ഏത് ക്വാളിറ്റിയിൽ ഉള്ളവയായെങ്കിലും എന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. പറയൂ, എങ്ങനെയായിരിക്കും പിന്നെ ഞാൻ സംസാരിക്കുക? വെറീഡായി ഇരിക്കുമ്പോൾ എനിക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം മനസ്സിൽ നിറയെ വെറിയാണുള്ളത്. ആരെങ്കിലും ഒരു നിമിഷം നമ്മുടെ ഇമോഷണൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ തന്നെ നമ്മൾ പറയാൻ തുടങ്ങും. അങ്ങനെ ഞാൻ മറ്റുള്ളവരോട് കരുണയില്ലാത്ത വ്യക്തിയായി മാറുന്നു. മാത്രമല്ല, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എല്ലാ എനർജികളും ഈ അന്തരീക്ഷത്തിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ മുഴുവൻ പ്ലാനറ്റിനോടും ദയയില്ലാത്ത പെരുമാറ്റമാണ് കാണിക്കുന്നത്. കൈൻഡ്നെസ്, ദയാമനസ്കത ഇവിടെ നമ്മുടെ മനസ്സിൽ നിന്നും തുടങ്ങുന്നു. ഇവിടെ നിന്നും അത് ഈ മുഴുവൻ ലോകത്തേക്കും റേഡിയേറ്റ് ആകുന്നു. ആദ്യം എൻ്റെ മനസ്സ്, പിന്നെ എൻ്റെ ശരീരം, മൂന്നാമതായി എൻ്റെ റിലേഷൻഷിപ്സ്, പിന്നെ നാലാമത് ഈ മുഴുവൻ ലോകവും. എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ലോകം, ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ജസ്റ്റ് ടേക്ക് വൺ എക്സാമ്പിൾ. ഇദ്ദേഹം ഇന്ന് രാവിലെ എന്നോട് വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അത്തരത്തിലുള്ളതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടതിനു ശേഷം ഞാൻ എന്നോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മുന്നിൽ നിന്ന് മോശമായി സംസാരിക്കുന്ന ആൾക്ക് എൻ്റെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? യെസ് ഓർ നോ? പറയൂ. ഇദ്ദേഹത്തിന് എവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കാൻ കഴിയുക? പറയൂ. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് മോശമായി സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ സങ്കല്പിക്കുക. ഇനി അവരുടെ പവർ എന്താണെന്ന് നോക്കൂ. അതിനുശേഷം മറ്റേ കയ്യിൽ നിങ്ങളുടെ ശക്തികളെയും വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ കയ്യിലുള്ള ശക്തികളെയും നിങ്ങളുടെ സ്വന്തം ശക്തികളെയും ശരിക്കും വേർതിരിച്ചറിയാനാകുന്നുണ്ട് അല്ലേ? ഇവിടെ പുറമേ നിന്നുകൊണ്ട് അവർക്ക് മോശമായി സംസാരിക്കാനാവും, മോശമായി പെരുമാറാനാവും.
എനിക്ക് മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുമാവും. പുറമേ നിന്നുകൊണ്ട് അവർക്ക് എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. മോശമായി എന്തും ചെയ്യാം. അവരുടെ ശക്തി അവിടെ മാത്രമാണുള്ളത്. അവിടെ നിന്നുകൊണ്ട് ഉറക്കെ അലറി വിളിക്കാനും മോശമായ വാക്കുകൾ പറയാനും അവർക്ക് കഴിയും. അതാണ് അവരുടെ ശക്തി. അത് വളരെ വലിയ ശക്തിയുമാണ്. രാവിലെ നേരത്തെ തന്നെ അവർക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ആ പവർ അവിടെ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. അവർക്ക് എൻ്റെ മനസ്സിനുള്ളിലേക്ക് കടന്നു വരാൻ കഴിയുമോ? യെസ് ഓർ നോ. കൃത്യമായി മറുപടി പറയണം. ബി വെരി ഷുവർ. ആ വ്യക്തിക്ക് എൻ്റെ മനസ്സിനകത്ത് പ്രവേശിക്കാൻ കഴിയുമോ? പുറമേ നിന്നുകൊണ്ട് എന്തും ചെയ്യാനാവും. എന്നാൽ അവർക്ക് മനസ്സിലേക്ക് പ്രവേശനം ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത്. നിങ്ങൾ തന്നെ ഇതിനുള്ള മറുപടി പറയണം. പ്രവേശിക്കാനാവും. ഒരിക്കലും പ്രവേശിക്കാനാവില്ല. പറയൂ. മനസ്സിനകത്തേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുക? നമ്മുടെ മനസ്സിനകത്തേക്ക് തീർച്ചയായും കടന്നു വരാൻ കഴിയും. എന്നിട്ട് അവർ എന്താണ് ചെയ്യുക? മനസ്സിനകത്തേക്ക് പ്രവേശിച്ചിട്ട് വളരെയധികം ട്രബിൾ ചെയ്യും, അല്ലേ? നിങ്ങൾ പുറമേ പോയി ഇതൊന്നും ആരോടും പറയരുത്. എൻ്റെ മനസ്സിൽ ഒരാൾ പ്രവേശിച്ചിട്ട് എന്നെ ട്രബിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താണ് പറയുക? നിങ്ങളിൽ ഏതോ ബാധ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് ആളുകൾ പറയാൻ തുടങ്ങും. മറുഭാഗത്തുള്ളയാൾക്ക് അവിടെ നിന്നുകൊണ്ട് മാത്രമേ എന്ത് പ്രശ്നവും ഉണ്ടാക്കാനാവൂ. എന്നാൽ എൻ്റെ മനസ്സിനുള്ളിൽ ഉണ്ടാക്കുന്ന ബഹളങ്ങളൊക്കെ ആരാണ് സൃഷ്ടിക്കുന്നത്? ആരാണ് എൻ്റെ മനസ്സിന് ട്രബിൾ ഉണ്ടാക്കുന്നത്? മൈ ഓൺ സെൽഫ്. ഞാൻ മാത്രമാണ് എൻ്റെ മനസ്സിൽ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളവർക്ക് പുറമേ നിന്നുകൊണ്ട് ബഹളങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ എൻ്റെ മനസ്സിനുള്ളിൽ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ബഹളം എന്നാൽ നമ്മുടെ ചിന്തകളാണ്. കണ്ടില്ലേ? അവർ എന്നോട് അങ്ങനെ ചെയ്തു. എന്നോടെല്ലാവരും ഇങ്ങനെയാണ്. ഞാൻ ഈ വീടിന് വേണ്ടി ഇത്രയധികം ചെയ്യുന്നുണ്ട്. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല, ഞാൻ സമയത്ത് ഉണ്ണുകയും ഉറങ്ങുകയും ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് തിരിച്ചൊന്നും കിട്ടുന്നില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിനൊരു വിലയുമില്ല, എനിക്ക് ഇവിടെ നിന്നും ഓടിപ്പോവാനാണ് തോന്നുന്നത്, ഞാൻ ഇവിടെ നിന്ന് പോയാലേ ഇവർക്കെൻ്റെ വില മനസ്സിലാവൂ. ഇനി പറയൂ, ഇത്രയധികം ബഹളങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? ഞാനാണ് എൻ്റെ മനസ്സിൽ ബഹളമുണ്ടാക്കുന്നത്. ആരാണ് നമ്മുടെ മനസ്സിൽ ബഹളങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കൃത്യമായി അറിയണം. അവർ പുറമേ നിന്നുകൊണ്ട് പറഞ്ഞതൊക്കെ വളരെ ഡിഫറെൻ്റായ ഒരു വൊക്കാബുലറി ആയിരുന്നു. ആ ബഹളങ്ങളൊക്കെ അവരുടേത് മാത്രമാണ്. അവരുണ്ടാക്കുന്ന ബഹളങ്ങളുടെ കൺട്രോൾ ബട്ടൺ നമ്മുടെ കയ്യിലില്ല. എന്നാൽ നമ്മൾ എപ്പോഴും അവരുടെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ശ്രമിക്കുന്നു, ശ്രമം പാഴാകുന്നു. ഫിനിഷ്ഡ്. എന്നാൽ നമ്മുടെ മനസ്സിനകത്തുള്ള ബഹളങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം ക്ലിയറായി മനസ്സിലാക്കണം. കാരണം എത്ര കാലം ജീവിക്കുന്നുവോ അതുവരേക്കും അവരാണ് നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുക. അവർ കാരണം ഞാൻ അപ്സെറ്റാണ്, അവർ കാരണം എനിക്ക് ദേഷ്യം വന്നു. അങ്ങനെ നമ്മൾ ഒരു വിക്ടിമിനെ പോലെ, ചതിക്കപ്പെട്ടവനെ പോലെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരിക്കലും സുഖമായി ഹാപ്പിയായി ഇരിക്കാൻ കഴിയില്ല. ഇത് ഉറപ്പാണ്. സ്വന്തം ഹാപ്പിയായി ഇരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റുള്ളവരെ എങ്ങനെ സുഖം നൽകാനാകും? സോ ആരാണ് പുറമേ ബഹളം ഉണ്ടാക്കുന്നത്? ആ വ്യക്തി. ഇനി എൻ്റെ മനസ്സിൽ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഞാൻ എൻ്റെ മനസ്സിനെ ആരാണ് ആശ്വസിപ്പിക്കുക? ഞാൻ. അതിനായി എനിക്ക് എത്ര സമയമെടുക്കും? ദിസ് ഈസ് അമേസിങ് പവർ. ഇത് അത്രയ്ക്ക് വലിയ ശക്തിയാണ്, തിരിച്ചറിവാണ്. അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാനാവും. എന്നാൽ എൻ്റെ മനസ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളുടെ ക്രിയേറ്റർ ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ഇനി മുതൽ സ്വയത്തോട് വളരെയധികം അനുകമ്പയുള്ളവരായി മാറണം. മറുഭാഗത്തുള്ളയാൾ ദയ കാണിക്കില്ല. അവർ കൂടുതൽ ദയയില്ലാത്തയാകുകയും മോശമാവുകയും ഒക്കെ ചെയ്യും. അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ ബി കൈൻഡ് ടു മൈസെൽഫ്. പലപ്പോഴും ഇതിൻ്റെ ഓപ്പോസിറ്റും സംഭവിക്കാറുണ്ട്.
മറുഭാഗത്ത് നിൽക്കുന്നയാൾ എന്നോട് വളരെ സ്നേഹത്തോടെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്നാൽ എൻ്റെ മൂഡ് അപ്പോൾ ശരിയല്ലെങ്കിൽ അവർ പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ കേട്ട് ഞാൻ എന്താണ് ചിന്തിക്കുക? ഇവർക്ക് എന്ത് പറ്റി? എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു കാര്യം എൻ്റെ അടുത്തു നിന്ന് വേണമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത്ര സ്നേഹത്തിൽ സംസാരിക്കുന്നത്. ഞാൻ ഈ മധുരമായ വാക്കുകളിലൊന്നും വീഴില്ല. ഇന്ന് വളരെ സ്വീറ്റായി സംസാരിക്കുന്നു, നാളെ ഇദ്ദേഹം മാറും. ഇങ്ങനെയും സംഭവിക്കാറുണ്ട്. അവർ നമ്മളോട് നൈസായാൽ പോലും ചിലപ്പോൾ നമ്മൾ അവരവരോട് നൈസായി നിൽക്കാറില്ല. സോ ലെറ്റ്സ് ഫിക്സ് വൺ ഇക്വേഷൻ ടുഡേ. ഒന്നോ രണ്ടോ ആളുകൾ മാത്രമല്ല, മുഴുവൻ ലോകവും നിങ്ങളോട് നന്നായി സംസാരിക്കുന്നില്ലെങ്കിൽ പോലും അതൊരു വിഷയമേ അല്ല. ഇറ്റ് ഡസൻ മാറ്റർ അറ്റ് ഓൾ. ഞാൻ എന്നോട് വളരെ നന്നായി സംസാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും പ്രശ്നമേ അല്ല. ഇനി മുഴുവൻ ലോകവും നിങ്ങളോട് നന്നായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ അവനവനോട് ശരിയായ രീതിയിൽ സംസാരിക്കുന്നതിന് മാത്രമേ പ്രാധാന്യം നൽകേണ്ടതുള്ളൂ. അതുകൊണ്ട് നമ്മൾ നന്നായി നിൽക്കുന്നവരുടെ ഒരു വലിയ ലിസ്റ്റ് എന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരേ ഒരാൾ മാത്രമേ നമ്മളോട് കരുണ കാണിക്കേണ്ടതുള്ളൂ. മാത്രമല്ല, നമ്മളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഒരാൾക്ക് മാത്രമേ വേണ്ടൂ. എന്നാൽ ഇത് മനസ്സിലാക്കാതെ നമ്മൾ മുഴുവൻ ലോകത്തോടും പറയുന്നു, എന്നെ സ്നേഹിക്കൂ, ബി നൈസ് വിത്ത് മീ, റെസ്പെക്റ്റ് മീ, എന്നോട് ദയ കാണിക്കൂ. ഇത് കേൾക്കുന്നവർ തിരിച്ച് നമ്മളോട് പറയും, ആദ്യം നിങ്ങൾ എന്നോട് നൈസാവൂ, ആദ്യം നിങ്ങൾ എന്നോട് കരുണ കാണിക്കൂ, ആദ്യം നിങ്ങൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യൂ. ആക്ച്വലി ഇതൊന്നും ആർക്കും ആരിൽ നിന്നും ലഭിക്കാൻ പോകുന്നില്ല. ഇതറിയാതെയാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ പക്കലുണ്ട്. അതറിയാതെ വീണ്ടും മറ്റാരിൽ നിന്നൊക്കെയോ ഇവ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറ്റ്സ് മൈ പ്രോപ്പർട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഉദാഹരണത്തിന്, ഒരാൾ നമ്മളോട് നന്നായി പെരുമാറുന്നില്ല എന്ന് കരുതുക. അത് വെറുതെ ബഹളം വെക്കൽ മാത്രമാക്കണമെന്നില്ല. പലപ്പോഴും പല പെരുമാറ്റങ്ങളും തെറ്റായ രീതിയിൽ, വളരെ തെറ്റായ രീതിയിൽ ഉള്ളവയായിരിക്കും. പലരും നമ്മളെ ചതിച്ചേക്കാം. പലരും പരസ്പര ബന്ധങ്ങളിൽ ചീറ്റിംഗ് കാണിക്കാറുണ്ട്, ബിസിനസ്സിൽ ചീറ്റ് ചെയ്യാറുണ്ട്. എന്തിന്? ഒരു അയൽവാസി പോലും പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാക്കിയെന്ന് വരാം. വീട്ടിലും ഓഫീസിലുമായി പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ആത്മാവായ എനിക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനാവുന്നുണ്ടോ? അതായത് എപ്പോഴും എനിക്ക് ഹൈ വൈബ്രേഷണൽ ആയ പ്യുവർ, പവർഫുൾ ആൻഡ് കൈൻഡായി ചിന്തിക്കാനാവുന്നുണ്ടോ? പറയൂ. ഇത് സാധ്യമാണോ? സാധ്യമാണോ? ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? യെസ് ഓർ നോ? ഇറ്റ് ഈസ് പോസിബിൾ. നമ്മൾ ഹൈ വൈബ്രേഷനിൽ ഉള്ള ഭാഷ സംസാരിക്കാൻ പഠിക്കുകയാണെങ്കിൽ ഇത് എളുപ്പത്തിൽ സാധ്യമാകും. അങ്ങനെയും ഒരു ഭാഷയുണ്ട്. മുഴുവൻ ദിവസവും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളെയും പറയുന്ന ഭാഷാരീതിയെയും ചെക്ക് ചെയ്യുകയാണെങ്കിൽ, പറയുന്ന വാക്കുകളുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. ഇന്ന് സൺഡേ ആണ്. ഇന്നൊരു ദിവസം ഞാൻ പറയുന്ന വാക്കുകൾ ശ്രേഷ്ഠമായതായിരിക്കണം. നമുക്കിന്ന് ചിന്തകളെ ശ്രദ്ധിക്കേണ്ട, ഇന്ന് പറയുന്ന ഭാഷ ഉയർന്ന രീതിയിൽ ഉള്ളതായിരിക്കണം. അപ്പോൾ ഓരോ വാക്കും എങ്ങനെയുള്ളതായി മാറും? പ്യുവർ ആൻഡ് ഹൈ വൈബ്രേഷണൽ. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇത്ര പ്രാധാന്യം നൽകുന്നത്? കാരണം ഏതു വാക്കുകളെയാണോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് അവ യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങും. സോ ഐ ഡോണ്ട് ഹാവ് ടൈം എന്ന് റിപ്പീറ്റഡ് ആയി പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിനും സമയം ലഭിക്കാതെയാകും. അതുപോലെയാണ് ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ബിസിയായി തന്നെ മാറും. ഞാൻ സ്ട്രെസ്ഡ് ആണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ വളരെയധികം ആളുകൾ ശരിക്കും സ്ട്രെസ്ഡായി മാറിക്കഴിഞ്ഞു. ആദ്യമൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ സ്ട്രെസ്, മാനസിക പിരിമുറുക്കം അനുഭവിച്ചിട്ടുള്ളവരായിട്ടുള്ളൂ. അല്ലാത്തവർ ആ വാക്കിനെ പറയാൻ തുടങ്ങുകയാണ് ചെയ്തത്. ആ വാക്ക് നന്നായി തോന്നി, അത് പറയാൻ തുടങ്ങി. ആ വാക്ക് അപ്പോഴൊക്കെ സ്റ്റാറ്റസ് സിംബലായി മാറിക്കഴിഞ്ഞു. ഞാൻ സ്ട്രെസ്ഡ് ആണ്, എന്നാൽ ഞാൻ വളരെയധികം അധ്വാനിക്കുന്നുണ്ട് എന്ന രീതിയിലും സ്ട്രെസ് എന്ന വാക്കിൽ ഉപയോഗിക്കാൻ പറ്റും. എല്ലാം സുഖമായി, ഈസിയായി പോകുന്നു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആളുകൾ എന്താണ് തിരിച്ചു ചോദിക്കുക എന്നറിയുമോ? എന്തു പറ്റി? ബിസിനസ് ഡൗൺ ആണോ? ഇത്തരം വാക്കുകൾ ഇങ്ങനെയാണ് പറയാൻ തുടങ്ങുന്നത്. ഞാൻ സ്ട്രെസ്ഡ് ആണെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അർത്ഥമാക്കാൻ തുടങ്ങി. കാരണം ഞാൻ ആ വാക്കിനെ റിപ്പീറ്റഡായി എൻ്റെ ഭാഷയിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ സ്ട്രെസ് ബിക്കം അവർ റിയാലിറ്റി. അതുകൊണ്ട് ഇന്നു മുതൽ ബിസി എന്ന വാക്കിനെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. പകരം എന്താണ് പറയേണ്ടത്? എൻ്റെ പക്കൽ ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട് എന്ന് പറയാൻ തുടങ്ങാം. സ്റ്റാർട്ട് സേയിങ് ഐ ഹാവ്
more time than I need. Thank you, मेरे पापा. Om Shanti.